ആ പെങ്കൊച്ച് ഏത് മടയിൽ കയറി ഒളിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. കാട് നിരങ്ങി ഈറ്റ വെട്ടുന്ന കാളിത്തള്ളയോട് വരെ ഞാൻ തിരക്കി. ഇനിയിപ്പോൾ വല്ല നരിയോ പുലിയോ പിടിച്ചുവെന്നാ എൻ്റെ സംശയം. ഒരു പുലിയെ അവളെ പിടിക്കത്തില്ല പാറമടേ. കൊണ്ടുവന്ന് ആരായാലും സിംഹത്തിൻ്റെ കൂട്ടിലെ അവളെ ഒളിപ്പിക്കൂ. പിന്നെന്നതിനാ പുലിയെ നരിയൊക്കെ പേടിക്കുന്നേ? അല്ല, ആരേ കാളിത്തള്ള? അതൊരു തീപ്പൊരി തള്ളയാ സാറേ. ഒരുപാട് കാലമായി ഈ കാട്ടിൽ തനിച്ചാ താമസം. അവരിവിടെ എത്തിപ്പെട്ടതിനെ പറ്റി ഒരുപാട് കഥകളുണ്ട്. എന്നതായാലും ആനക്കൂട്ടം പോലും തള്ളയെ കണ്ട വഴി മാറിപ്പോകത്തേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ തള്ള തന്നെ ആവണോ അത്? ഒരു മുയലിനെ ഉന്നം പിടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ തോക്കിൻ്റെ മുമ്പിൽ കയറിയെന്ന് അതിനെ കൊല്ലരുതെന്ന് പറഞ്ഞു. അന്ന് ആ നെഞ്ചിൽ നോക്കി കാഞ്ചി വലിക്കാൻ ഞാനൊന്ന് വിരൽ അനക്കിയതാ. പിന്നെ അങ്ങ് പോട്ടേന്ന് വെച്ചു. എന്നതായാലും ആ തള്ളയ്ക്ക് മേലൊരു കണ്ണ് വെച്ചോ പാറമടേ. ഒരിക്കലൊരു ഇരയെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചല്ലേ? ഏയ്, അവിടെ അങ്ങും ഇല്ല സാറേ. ഞാൻ തള്ളയുടെ കുടിലിനകത്ത് കയറി നോക്കിയില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ കാര്യമില്ല. അകത്തുണ്ടെങ്കിൽ എനിക്ക് ചൂരടിക്കും. നമുക്ക് മുതലാളിയോട് തന്നെ പറഞ്ഞാലോ സാറേ? മുതലാളി അറിഞ്ഞാൽ എങ്ങനെയും പോക്കും. ആയിട്ടില്ല പാറമടേ. മുതലാളി അറിയിച്ചാലുള്ള കുഴപ്പം തന്നോട് ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലേ. നിൽക്കട്ടെ, നമ്മൾ വിരിച്ച വലയിൽ തന്നെ അവൾ വീഴണം. 3-4 ദിവസത്തിനകം മുതലാളിയോടൊപ്പം നടന്നുള്ള കൂപ്പ് പിടിച്ചെടുക്കൽ കഴിയും. പിന്നെ കുറച്ച് ദിവസം ഞാൻ ഫ്രീയാ. ആ സമയത്ത് നമുക്ക് അവളെ പൊക്കാം. ഈ കാട്ടിൽ എവിടെയുണ്ടെങ്കിലും നമ്മൾ അവളെ പൊക്കിയിരിക്കും. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീട് മാറ്റത്തിനെ കുറിച്ച് ആലോചിക്കണോ ജേഡി? നിങ്ങളിവിടെ ഉള്ളത് എനിക്കൊരു സമാധാനമായിരുന്നു. ഇനിയും ഞങ്ങളിവിടെ നിന്ന് അത് അമ്മാമ്മയ്ക്കൊരു സമാധാനക്കേടാണ്. അതെന്നത് അങ്ങനെ? അങ്ങനെ നാദറെ ഇനി ഇവിടെ നിർത്തി ശരിയാവില്ല. അവളിപ്പോൾ ജീവിക്കുന്ന പോലും ജിഷയ്ക്കും അമ്മയ്ക്കും വേണ്ടിയെന്ന് മട്ടില്ല. കുറച്ചൊക്കെ അമ്മാമ്മയ്ക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. അത് പിന്നെ അവൾ അങ്ങനെ ഒരു പ്രകൃതക്കാരിയാണെന്ന് ജേഡിക്കും അറിയാവല്ലോ. ആരോടെങ്കിലും പ്രത്യേകിച്ചൊരു ഇഷ്ടമോ ദയോ തോന്നിയ ജീവൻ കൊടുത്തും അവരോടൊപ്പം നിൽക്കും. ആ ഒരു സ്വഭാവത്തിന് ജേഡിയും പിന്നിലായിരുന്നില്ലല്ലോ. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിര് കവിഞ്ഞ അനുകമ്പയൊക്കെ ആരോടും കാണിച്ചിട്ട് കാര്യമില്ലെന്ന ഒരു അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചത്. ഇതിപ്പോ തിരിച്ചടി കിട്ടുന്നോറും കൂടുതൽ എടുക്കാന്ന് വെച്ചപ്പോ എന്ത് ചെയ്യും? ജിഷക്കൊച്ചിൻ്റെ അമ്മയ്ക്ക് സംഭവിച്ച തകർച്ചയാവും നാദരമോളുടെ മനസ്സിനെ സ്വാധീനിച്ചത്. അവരുടെ അസുഖം ഭേദമാവുന്നതോടെ ഇവളുടെ മനസ്സ് നേരെയാവുന്ന എനിക്ക് തോന്നുന്നത്. രണ്ടും എന്ന് നടക്കുന്ന ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളാ മാമേ. അതുകൊണ്ട് ഇവിടുന്ന് മാറുന്നത് തന്നെയാ നല്ലതെന്ന തീരുമാനത്തിലാണ് ഞാൻ. ശരി, മാറിയ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ അമ്മാമ്മ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് തറവാട്ടിൽ വന്ന് താമസിച്ചൂടെ? തറവാട്ടില് ഇവിടെ നിന്ന് അധികം ദൂര വ്യത്യാസമൊന്നുമില്ല. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറുമ്പോൾ മനസ്സിന് ചില മാറ്റങ്ങളുണ്ടാവും. ആ വീട് എന്നതായാലും നിങ്ങൾക്കുള്ളതല്ലേ. എൻ്റെ കാലം കഴിയുന്നതുവരെയെങ്കിലും നിങ്ങൾ അവിടെ വന്ന് നിന്നാൽ അതെനിക്ക് അവസാന കാലത്ത് വീണ് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും. അത് വേണ്ടത്. അവിടെ എത്തിയ നാദരയുടെ സ്വാതന്ത്ര്യം ഒന്നുകൂടെ കൂടുതലുള്ളൂ. ഇല്ല ചേടി, അവിടെയാവുമ്പോൾ ഞാനുണ്ടാവില്ലേ കൂടെ. എൻ്റെ കൊച്ചുമോളുടെ മനസ്സിനെ എങ്ങും പോകാതെ പിടിച്ചു വെക്കാൻ എനിക്ക് കുറച്ചൊക്കെ പറ്റും. ജേഡി ഒന്നുകൂടെ ആലോചിക്കുക, എന്നിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ആ, നിങ്ങൾ ഇവിടുന്ന് പോയാൽ എൻ്റെ കാര്യമാ കഷ്ടം. ഞാൻ പിന്നെയും പഴയപടി ആത്മാക്കളുമായി ചങ്ങാത്തം കൂടേണ്ടി വരും. പോകില്ല എൽദോ, ഞാൻ എങ്ങോട്ടും പോവില്ല. ഇവിടം വിട്ട് പോകരുതെന്ന് എൽദോ ഒന്ന് ജേഡിയോട് പറയണം. ഇല്ല കുഞ്ഞെ, ജേഡി സാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും രക്ഷയില്ല. കുഞ്ഞിങ്ങനെ കണ്ടോടെ കാര്യത്തിനുണ്ട് ഓടി നടന്നിട്ടല്ലയോ സാർ ഇവിടം വിട്ട് പോകാൻ തീരുമാനിച്ചത്. കുഞ്ഞെന്നാത്തിനാ കയ്യിൽ കിട്ടിയ ജീവിതം പിന്നെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്? അത് നമ്മളെ വിശ്വസിക്കുന്നവരെ ആപത്തിൽ കൈയൊഴിയുന്ന ശരിയാണോ എൽദോ? ആപത്തുണ്ടാക്കി വെച്ചവരെയാ കുഞ്ഞ് പിന്നെയും വിശ്വസിക്കുന്നത്. ഇത് അപകടമാവും കുഞ്ഞെ. ഇല്ല എൽദോ, എനിക്ക് അപകടം പറ്റിയാലും വേറെ ആർക്കും ഒരു ദോഷം വരാതെ ഞാൻ നോക്കും. എൻ്റെ കുഞ്ഞെ, ഇങ്ങനെ പുണ്യവതി ആയതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കരുതെന്നേ ഉള്ളൂ.
അവർക്ക് വേണ്ടി ജന്മം പഴാക്കിയാൽ അതും മറ്റൊരു പാപമാണ്. അങ്ങനെയൊരു പാപം ഞാൻ ചെയ്തേ പറ്റൂ എൽദോ. അത് എന്തിനായിരുന്നെന്ന് എന്നെങ്കിലും ഒരിക്കൽ എൽദോ മനസ്സിലാക്കുമ്പോൾ ഞാൻ ചെയ്താണ് ശരിയെന്ന് എൽദോയും പറയും. കുഞ്ഞെന്നതാ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും എൽദോ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോ, അതാ നല്ലത്. വെറുതെ എന്തിനാ കുഞ്ഞെ ആർക്കാനും വേണ്ടി JD സാറിന്റെ ജന്മം കൂടി തൊലച്ചു കളയുന്നത്? ഏയ് ഇല്ല എൽദോ, ജേഡിയുടെ ജീവിതം ഒരിക്കലും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ. അതിന് ഞാനും ജേഡിയും ഒരുമിച്ച് ഇവിടുന്ന് പോകാൻ പാടില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കല്ലാതെ ജേഡിയോടൊപ്പം ഞാൻ പോവില്ല. ആന്റി, ഒറ്റയ്ക്കാണോ മോളെ? അതെ ആന്റി, മനുവേട്ടിന് എന്തൊക്കെയോ ജോലി തിരക്ക്. കേറി വാ, ഗീത കിടക്കുക. ഗുളിക കഴിച്ച് കിടന്നതാ, വിളിക്കണോ മോളെ? വേണ്ട, ഉറങ്ങിക്കോട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ ആന്റി. എന്നാ വാ, നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. വാ. ഇപ്പോഴും ജയ മരിച്ചു എന്നുള്ള വിശ്വാസം തന്നെയാണോ ഗീതാന്റിയുടെ മനസ്സിൽ? അതെ മോളെ, എല്ലാ തരത്തിലും എല്ലാവരും പറഞ്ഞു നോക്കി, ഒരു മാറ്റവും ഇല്ല. ജയമോള് മരിച്ചിട്ടില്ലെന്ന് പറയുന്നവരോട് ഗീതയ്ക്കിപ്പോ വെറുപ്പാ. ഞാനൊന്ന് പറഞ്ഞു നോക്കിയാ എന്നോടും വെറുപ്പ് തോന്നൂ. അവളുടെ ഒരു കാര്യം മുൻകൂട്ടി പറയാനാവില്ല. ചില നേരത്ത് ഒരു കുഴപ്പമില്ലെന്ന് തോന്നും, തൊട്ടടുത്ത നിമിഷം തന്നെ സ്വഭാവം മാറുന്നതും കാണാം. എന്നാലും മോള് മയത്തിലൊന്ന് പറഞ്ഞു നോക്ക്. ജയമോളുടെ അടുത്ത കൂട്ടുകാരിയല്ലേ, ചിലപ്പോ വിശ്വസിച്ചാലോ. ഇതാണ് അവസ്ഥയെങ്കിൽ ഇങ്ങനെ വീട്ടിൽ തന്നെ നിർത്താതെ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ചികിത്സ നടത്തി നോക്കിക്കൂടെ ആന്റി? വേറെന്തെങ്കിലും സൂക്കേട് പോലെയാണോ മോളെ ഇത്? ചികിത്സിക്കാൻ കൊണ്ടുപോകേണ്ടത് ഭ്രാന്താശുപത്രിയില. അവിടുത്തെ പടി കയറിയ അതോടെ ജന്മം മുഴുവൻ ഭ്രാന്തി എന്നുള്ള പേര് വീഴും. അത് ശരിയാ. പിന്നെ നമ്മൾ സഹിക്കുമ്പോലൊക്കെ ആശുപത്രിക്കാർ സഹിക്കോ? വല്ല അതിക്രമവും കാണിച്ചാൽ അവര് കൊണ്ടുപോയി ഷോക്ക് കൊടുക്കും, അല്ലെങ്കിൽ തല്ലി പദം വരുത്തി സെല്ലിലടയ്ക്കും. അതാലോചിക്കുമ്പോ ഈ വീട്ടിനകത്ത് തന്നെ ചങ്ങലി കിട്ടാനും വേണ്ടില്ലെന്ന് തോന്നിപ്പോവും. നീ എന്താ ഗീതേ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇത് ദിയയാ, ജയമോളുടെ കൂട്ടുകാരി. എനിക്ക് മനസ്സിലായി, നീയല്ലേ എന്റെ മോളെ ഒപ്പം നിന്ന് ചതിച്ചത്. അയ്യോ ആന്റി, ഞാൻ എനിക്കറിയാം, നീ അറിയാതെ അവൾക്കൊന്നും സംഭവിക്കില്ല. കൊണ്ടുപോയി കൊന്നത് എന്താ ഗീത ഇത്? നീ വെറുതെ ദിയെ പേടിപ്പിക്കല്ലേ. മകളെ കൊണ്ടുപോയി കൊന്നുപോലും. ജയമോള് മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി തരാനാ അവളുടെ കൂട്ടുകാരി വന്നത്. ഓഹോ, എങ്കി അവള് പറഞ്ഞു വിട്ടതാവും. നാദിറ, അല്ല ആന്റി, എന്നെ ആരും പറഞ്ഞു വിട്ടതൊന്നും അല്ല. ആന്റിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് വന്നതാ. എനിക്ക് ഒരു സൂക്കേടുമില്ല.
നീയൊക്കെ ചേർന്ന് എന്റെ മോളെ കൊന്നില്ലേ? അതിന് സങ്കടമാ. എന്റെ ഈശ്വരാ, ഇവക്ക് ഇത്രയ്ക്ക് തിരിച്ചറിവില്ലാതായി പോയല്ലോ. നിന്റെ മോളെ പോലെ കരുതേണ്ട കുട്ടികളാണ് ഗീത. നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറയും, എന്റെ മോളെ പോലെ വേറെ ഒരുത്തി എനിക്ക് കാണണ്ട. വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ ആ നാദരയ്ക്ക് പകരം നിന്നെ ഞാൻ കൊല്ലും. പോകാനല്ലേ പറഞ്ഞേ? നടന്ന് പോടി ഇവിടുന്ന്. മനസ്സില്ല, ഇതെന്നെ വീടാണോ? എന്റെ മോളെ കൊന്നിട്ട് അവളുടെ വേഷം കെട്ടി വന്ന് ഇവിടെ ഞാൻ ഇവിടെ അടിച്ചിറക്കും. ഇറങ്ങി പോയി. എന്നെ ഉപദ്രവിക്കില്ലേ? ഞാൻ കൊല്ലിക്കാൻ നിന്നെ. കൊല്ലും. വിട്. എനിക്ക് അവളെ കൊല്ലണം. വിടന്നെ. വിടാനല്ലേ പറഞ്ഞേ? എന്റെ മോളെ കൊന്നവള്. എന്നെ വിടാനല്ലേ പറഞ്ഞേ? എല്ലാരും കൂടി എന്റെ മോളെ കൊന്നു. എന്റെ മോള് പോടി. ഇല്ല, ഭ്രാന്തപൂത്ത ചങ്ങല കിടണം, അല്ലെങ്കിൽ മുറിക്കകത്തിട്ട് പൂട്ടണം. ഇല്ല, നീ അവിടെ കിടന്നാ മതി. ഹലോ. ആ, നാദരെ, മണിയേട്ടത്തിയാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പമായിരിക്കുകയാണല്ലോ മോളെ. എന്താ ഏട്ടത്തി? എന്താ പ്രശ്നം? ഗീത ആകെ വയലന്റ് ആയിരിക്കുക. അവളെ കാണാൻ ദിയ വന്നപ്പോ ജയമോളെ ആരാ കൊന്നെന്നും ചോദിച്ച് ഇവിടെ ഒരു ലഹളയുണ്ടാക്കാൻ ബാക്കിയില്ല. ദിയയെ ദേഹോപദ്രവം ചെയ്യുമെന്നായപ്പോ ഞാൻ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുക. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്താ പറയണ്ടേ? നമ്മൾ കരുതിയ പോലെ വീട്ടിലിരുത്തി ശ്രമിച്ചാലൊന്നും ഗീതയുടെ മനസ്സ് നേരെയാവാൻ പോകുന്നില്ല. ഇതുപോലെ വയലന്റ് ആവുമ്പോ എനിക്ക് ഒറ്റയ്ക്ക് അവളെ പിടിച്ചു നിർത്താനും പറ്റില്ല. ഉറപ്പുള്ളൊരു ചങ്ങലക്കിട്ട് പൂട്ടിയ ഞാൻ കാവിലിരുന്നോളാം. അല്ലാതിപ്പോ ഞാൻ എന്താ പറയാ? അയ്യോ, കരയില്ല ഏട്ടത്തി. നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ? ഏതെങ്കിലും ഒരു നല്ല മെന്റൽ ഹോസ്പിറ്റല്. ഭ്രാന്താശുപത്രിയിലോ? അല്ല, അങ്ങനെ തീരെ ലോക്കലായിട്ടുള്ള സ്ഥലത്തേക്കല്ല, സ്വകാര്യമായിട്ട് ചികിത്സിക്കാവുന്ന എവിടേക്കെങ്കിലും. നിനക്ക് നല്ലതെന്ന് തോന്നുന്ന എന്തിനും എനിക്ക് സമ്മതം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കാന്ന് വെച്ച ഹമീദിക്ക് സ്ഥലത്തില്ല. ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കാനും ഗീതയെ അവിടെ എത്തിക്കാനും ഒക്കെ നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കോ? അതൊക്കെ നടക്കുന്നേ. ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ലൈല ചേച്ചിയും കൂടെ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ റെഡി ആയിട്ടിരുന്നേച്ചാൽ മതി. ആ, ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. നിനക്കെന്തെങ്കിലും പറ്റിയോ മോളെ? ഇല്ല ആന്റി. ഗീത ആന്റി അകത്തൊച്ച അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. വല്ല അവിവേകവും കാട്ടുവോ? ഏയ്, തളർന്നു വീണിരിക്കും. ഒരു വിഭ്രാന്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ. ഉണരുന്നത് ഇനി നല്ല സ്വഭാവമായിട്ടായിരിക്കും. ആ സമയത്ത് മയത്തിൽ വല്ല ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കണം. അല്ലാതെ ഇത്രയ്ക്ക് മോശമായ അവസ്ഥയിൽ ഇനി ഇവിടെ നിർത്തുന്നത് അപകട. നാദര വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലേ? നീ വന്നതുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താൻ പറ്റി. നിനക്കൊന്നും പറ്റാത്തത് ഭാഗ്യ. ഏത് ഹോസ്പിറ്റലിലേക്കാ കൊണ്ടുപോകുന്നതെന്ന് നാദരാന്റി പറഞ്ഞോ? ഇല്ല, എന്തായാലും സാധാരണ എടുത്താവില്ല. ഞാനെന്നാ ഇപ്പൊ പോയിട്ട് ഗീതാന്റെ നോർമൽ ആയെന്നറിഞ്ഞ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടോളാം. കൂട്ടുകാരുടെ അമ്മയെ കാണാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ എന്ന് വിചാരിക്കല്ലേ? ജയയുടെ അമ്മയല്ലേ. ആന്റിക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ജെടി, ഞാൻ ജിഷയുടെ വീട് വരെ ഒന്ന് പോവാ. അവളുടെ അമ്മ ആകെ വയലന്റാ. മണിയെടുത്ത് എപ്പോ വിളിച്ചത്? അപ്പൊ നാടകം നടത്തിയവരൊക്കെ ഇപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടല്ലേ? അതായിക്കോട്ടെ. എനിക്ക് മനസ്സിലാവാത്തത് ആ കളിയിൽ വഞ്ചിക്കപ്പെട്ട നീ എന്തിനാ സഹായിക്കാൻ പോകുന്നതെന്ന്.
ജേഡിക്കെല്ലാം മനസ്സിലായിക്കോളൂ, താമസിയാതെ. നിൽക്ക്, ഞാനൊരു ചെക്ക് ലീഫ് തരാം. വയലൻ്റായ രോഗി ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് മണിയേട്ടത്തെ ചെക്ക് ലീഫ് ഏൽപ്പിച്ച് ഗുഡ് ബൈ പറഞ്ഞ് വന്നാൽ മതി. വേണ്ട, പണം ഞാൻ കരുതിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ജേഡി എനിക്ക് മറ്റൊരു സഹായം ചെയ്തു തന്നാൽ മതി. നല്ലൊരു സൈക്കാട്രിസ്റ്റിന്റെ സേവനം ലഭിക്കുന്ന, സ്വകാര്യമായിട്ട് ചികിത്സിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മെന്റൽ ക്ലിനിക്കിനെ കുറിച്ച് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞുതരണം. അവസാനം അതും ഒരു ബാധ്യതയാവോ? അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേറെ അന്വേഷിച്ചോളാം. എന്തായാലും ജിഷയുടെ അമ്മയെ ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രിയിൽ ഞാൻ കൊണ്ട് തള്ളില്ല. നിൽക്ക്, ഒരു സ്ഥലമുണ്ട്. മനോരോഗികളോട് മനസാക്ഷിയോടെ പെരുമാറുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവം ചില മെൻ്റൽ ക്ലിനിക്കുകളിലൊന്ന്. തികച്ചും ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലുള്ള ക്ലിനിക്ക് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചിലവൽപ്പം കൂടുതലായിരിക്കും. എന്നാലും ഡോക്ടർ മൂർത്തിയോട് അഡ്മിറ്റ് ചെയ്താൽ പേഷ്യൻ്റെ ലൈഫ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, വിത്ത് ഡിഗ്നിറ്റി. ഹൈവേയിൽ നിന്നും ഹിൽ പാർക്കിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു 7 കിലോമീറ്ററിലോട്ട് പോയാൽ മതി. അഡ്മിഷൻ ശരിയായില്ലെങ്കിൽ നീ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ സംസാരിച്ചു നോക്കാം. താങ്ക് യു ജെഡി. നമുക്ക് ശരിയാക്കാടാ, പോയിട്ട് വാ.